നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രിമാർക്ക് എന്താ കവിത എഴുതിക്കൂടെ? അവരും മനുഷ്യരല്ലേ? അധികാര കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് സാധാരണ ജനങ്ങളുടെ ജീവിതം ഉണ്ടായിക്കൂടാ എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ മന്ത്രി ബിന്ദു അനവസരത്തിൽ കയറി ഇതുപോലെ കവിത എഴുതിയാൽ ആരാണേലും കയറി ട്രോളില്ലേ? കാരണം അത്രത്തോളം ഈ സർക്കാരിനോട് ഭയങ്കര മതിപ്പാണ് ജനങ്ങൾക്ക്. അതുതന്നെയാണ് ഈ മന്ത്രിമാർ എന്ത് കാണിച്ചാലും അതിനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മലയാളികൾ കയറി ട്രോളുന്നതും പരിഹസിക്കുന്നതും ഒക്കെ. ഇപ്പോൾ മന്ത്രി ബിന്ദു ഫേസ്ബുക്കിൽ പങ്കുവെച്ച പ്രണയ കവിതയാണ് മലയാളികളെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മനുഷ്യന്റെ മൂട്ടിൽ തീ പിടിച്ചിരിക്കുമ്പോഴാണ് പ്രണയ കവിതയും കൊണ്ട് വന്നിരിക്കുന്നത് എന്നാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത്. വാലന്റൈൻസ് ദിനത്തിൽ പ്രണയ കവിത പങ്കുവെച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ എയറിലാണ്. ഏറ്റവും ഒടുവിൽ താൻ എഴുതിയ ഒരു കവിത വാലന്റൈൻ ദിനത്തിൽ പ്രണയികൾക്കായി ഇവിടെ ഇതാ എന്ന മുഖവുരയോടെയാണ് മന്ത്രി കവിത പങ്കുവെച്ചത്. കവിതയ്ക്കൊപ്പം മന്ത്രി പ്രണയദിനാശംസകൾ നേരുകയും ചെയ്തു. മന്ത്രി ആയതുകൊണ്ട് പുകഴ്ത്തണമെന്നില്ലല്ലോ എന്ന് ചോദിച്ച ഒരാൾ കവിത വളരെ മോശമാണെന്നും LP സ്കൂൾ കുട്ടി എഴുതിയതാണെങ്കിൽ മനോഹരം എന്ന് പറയാമായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. അതിന് മന്ത്രി കൊടുത്ത മറുപടി, പണ്ഡിതരെ, ഇത് താങ്കൾക്കുള്ളതല്ല എന്നായിരുന്നു. മന്ത്രി ബിന്ദു എഴുതിയ ആ കവിത ഇങ്ങനെയാണ്. അതൊന്ന് കേട്ടു നോക്കൂ. നീ പുലർകാലത്തെ ഇളങ്കാറ്റാകിൽ ഞാൻ അതിൽ ഇളകുന്ന ഒരില, നീ ഒഴുകുന്ന പുഴയെങ്കിൽ ഞാൻ അതിൽ ഇളകുന്ന ഓളം, നീ തളിർ തിന്ന് പാടുന്ന കിളിയെങ്കിൽ ഞാൻ കിളിപ്പാട്ട്, നീ മാനത്തുദിച്ച ചന്ദ്രനെങ്കിൽ ഞാൻ നറുനിലാവ്, നീ തേന്മാവിലെ മാങ്കനിയെങ്കിൽ ഞാൻ അതിൽ മധുരം, നീ ചെഞ്ചോര നിറമാർന്ന ഹൃദയമെങ്കിൽ ഞാൻ അതിൻ്റെ മിടിപ്പ്. ഇതായിരുന്നു മന്ത്രി പങ്കുവെച്ച കവിത. ഇതിനെ ട്രോളിക്കൊണ്ടാണ് ചിലർ വിമർശിച്ചുകൊണ്ടും ഒക്കെ ചില കമന്റുകൾ പങ്കുവച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കമന്റ് ഉണ്ട്. അതിന് മന്ത്രി കൊടുത്ത മറുപടിയും ഇപ്പോൾ വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. അതിങ്ങനെയാണ്: കഥയും കവിതയും കഥകളിയും ഒന്നുമില്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് സുരക്ഷയോടെയും സന്തോഷത്തോടെയും കൂടി പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ് ഒരാൾ പങ്കുവച്ചത്. അത് കോട്ടയത്തെ നഴ്സിംഗ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത്. അതിന് മന്ത്രി കൊടുത്തിരിക്കുന്ന മറുപടിയാണ്: റാഗിംഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ എൻ്റെ ചുമതലയിൽ ഉള്ള വകുപ്പിന് കീഴിലല്ല എന്നായിരുന്നു. അപ്പോൾ ആ വകുപ്പിന് കീഴിലാണെങ്കിൽ മാത്രമേ മന്ത്രി ഇത്രത്തോളം ദാരുണമായ ഒരു സംഭവത്തിൽ പ്രതികരിക്കുകയുള്ളോ എന്ന ചോദ്യം ശക്തമാകുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ. അപ്പോൾ ആ വിഷയത്തിൽ ഒരു നടപടിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഒരു തീരുമാനമെടുത്തുകൂടെ എന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. സ്വന്തം വകുപ്പ് പോലും നേരെ ചൊവ്വേ കൈകാര്യം ചെയ്യുന്നില്ല, പിന്നെയാണ് ഇനി വേറൊരു വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണെങ്കിൽ ഞാനങ്ങ് മറിച്ചേനെ എന്നുള്ള മന്ത്രിയുടെ ഡയലോഗ് എന്നൊക്കെയാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൽ രസകരമായ മറ്റൊരു കമന്റ് കൂടി വന്നിട്ടുണ്ട്. എന്തായാലും ഇരട്ടച്ചങ്കൻ ഇനി പിണങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം പിണറായിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു വരി പോലും കവിതയിൽ ഇല്ലല്ലോ എന്നാണ് ചോദ്യം. പിണറായി തമ്പുരാൻ പിണങ്ങിക്കാണും എന്നുള്ള ചില മറുപടികളും വരുന്നുണ്ട്. മന്ത്രി ബിന്ദു പങ്കുവച്ച കവിത പുറത്തു വന്നതോടുകൂടി മറ്റ് രസകരമായ ചില കമന്റുകൾ അത് G സുധാകരനുമായി ബന്ധപ്പെട്ടാണ് പുറത്തേക്ക് വരുന്നത്. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഒരു G ഇല്ലല്ലോ എന്നുള്ള ആ വിഷമം അങ്ങ് മാറിക്കിട്ടി. കവിത എഴുതാൻ ഒരാളുണ്ടല്ലോ എന്നാണ് ചിലർ പരിഹസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.